പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ പേയ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് റീറ്റെയിൽ പോസ്റ്റ് എന്ന പോർഷൻ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മൾ മറ്റുള്ള ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കളക്ഷൻസ് ഓഫ് എമൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് അവർക്ക് ആ ക്ലയൻറ്റിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഈ പേയ്മെൻറ്റ് വഴിയാണ് എന്ന് പറഞ്ഞായിരുന്നു. അവരുടെ ബില്ലർ ഐ ഡിയിലേക്ക് ഈ പേയ്മെൻറ്റ് വഴി നമ്മൾ ആ പൈസ കൊടുക്കും. നമ്മൾ കളക്ട് ചെയ്ത ബില്ല് എമൗണ്ട് ആയിക്കോട്ടെ, ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഫീസ് കളക്ട് ചെയ്യുകയാണ്, അത് അവർക്ക് ആ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നത് ഈ പേയ്മെൻറ്റ് വഴിയാണ്. നമ്മൾ ആ ഒരു ഈ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട്സ് കളക്ട് ചെയ്യും. ഇപ്പോൾ വാട്ടർ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ഫീസ്, ഇതുപോലെ കളക്ട് ചെയ്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് നമ്മളുടെ ഒരു കമ്മീഷൻ നമ്മൾ ഒരു സർവീസ് ചെയ്തു കൊടുക്കുന്നില്ലേ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ സർവീസ് ചെയ്തു കൊടുക്കുകയാണ്. അതിന് നമ്മളൊരു സർവീസ് ചാർജ് ആ എമൗണ്ടിൽ നിന്ന് പിടിക്കും, എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് അവർക്ക് കൈമാറും ഈ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ വഴി. അത് പറഞ്ഞിരിക്കുന്നത് നോക്കേ, ഈ പേയ്മെൻറ്റ് ഈസ് എ സ്മാർട്ട് ഓപ്ഷൻ പ്രൊവൈഡഡ് to the business houses and organization to collect their bills or other payments through post office network. പോസ്റ്റ് ഓഫീസിൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക്, ഈ ഓർഗനൈസേഷൻസിനൊക്കെ അവരുടെ പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ഈ റീപേയ്മെൻറ്റ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 25/6/2004 ഇതൊരു മെനി ടു വൺ കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നു. ദിസ് ഓഫേഴ്സ് എ മെനി ടു വൺ കളക്ഷൻ സിസ്റ്റം. മെനി ടു വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരിൽ നിന്നും ഒന്നിലേക്ക്. മെനി ആ പേര് തന്നെ ഉണ്ട്, മെനി, ഒരുപാട് പേരിൽ നിന്നും ഒന്നിലേക്ക്. അതായത് ഈ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസാന്ന് വെച്ചോ, അതിൽ ആൾക്കാർക്ക് ആ ഫീസ് ഏത് ഓഫീസിൽ വേണമെങ്കിലും അടയ്ക്കാം. അത് ഒരുപാട് പേരിൽ നിന്നങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കളക്ട് ചെയ്തിട്ട് ഒരാളിലേക്ക് ആ ഒരു പേയ്മെൻറ്റ് എത്തിച്ചു കൊടുക്കും. അതാണ് മെനി ടു വൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ ഓർഗനൈസേഷൻസിന് തങ്ങളുടെ ഈ എമൗണ്ട്സൊക്കെ, തങ്ങൾക്ക് വരേണ്ട എമൗണ്ട്സ് കളക്ട് ചെയ്യണമെങ്കിൽ അവർ നമ്മളുമായിട്ട് DOP ആയിട്ടൊരു എഗ്രിമെൻറ്റിൽ എത്തണം. അങ്ങനെ എഗ്രിമെൻറ്റിലൊക്കെ എത്തി അവർക്കൊരു ബില്ലർ ഐ ഡിയൊക്കെ കിട്ടും. ആ ബില്ലർ ഐ ഡിയിലേക്കാണ് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തു എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പേയ്മെൻറ്റ് സംവിധാനം ഇത് എഫിഷ്യൻ്റാണ്, ഡിജിറ്റലാണ്, സെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ ആർക്കൊക്കെ ഇത് അവൈൽ ചെയ്യാം, അല്ലെങ്കിൽ ജനറലി ആരൊക്കെ അവൈൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് പറയുന്നത്. യൂട്ടിലിറ്റി പ്രൊവൈഡേഴ്സ്, അതായത് ഇലക്ട്രിസിറ്റി ബില്ലുകൾ, വാട്ടർ ബില്ല്, ടെലിഫോണിൻ്റെയൊക്കെ, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, ഗവൺമെൻറ് ഏജൻസികൾ, അതായത് ഈ ടാക്സുകൾ, പിന്നെ എക്സാമിനേഷൻ ബോർഡുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ലോൺ പ്രൊവൈഡേഴ്സിന് അവൈൽ ചെയ്യാം. ഇനി ഓർഗനൈസേഷൻ ദാറ്റ് കളക്ട്സ് പേയ്മെൻറ്റ് ഫ്രം ദ പബ്ലിക്, അതായത് പബ്ലിക്കിൽ നിന്ന് പേയ്മെൻറ്റ് മേടിക്കുന്ന വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു സർവീസ് നമ്മുടെ അവൈൽ ചെയ്യുന്നതിന് ആ ഒരു ബില്ലറിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് നമ്മളോട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. അതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി സർക്കിൾ ഹെഡാണ്. അത് എക്സാം വൈസ് നോട്ട് ചെയ്യുക. സർക്കിൾ ഹെഡാണ് അതിൻ്റെ ഒരു അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബില്ലർ ഐ ഡി ക്രിയേറ്റ് ആവുന്ന പരിപാടിയാണ്. ബില്ലർ ഐ ഡിയൊക്കെ ക്രിയേറ്റ് ആവും. ഈ ലോഗിൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ബില്ലറിന് കൈമാറും. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മൾ ബില്ലറിന് വേണ്ടിയിട്ട് അവർക്ക് വരേണ്ടതായിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അതിനാണ് നമ്മുടെ കമ്മീഷൻ പിടിക്കുന്നു, ബാക്കി അവർക്ക് ചെല്ലേണ്ടതായിട്ടുള്ള നെറ്റ് എമൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഈ പേയ്മെൻറ്റ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഏതൊരു രീതിയിൽ വേണം, ഏതൊക്കെ സമയത്ത് എത്ര ഇൻ്റർവൽസിന് ഇടയിൽ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ പീരീഡുകളിൽ വേണം എന്നൊക്കെ ആ എഗ്രിമെൻറ്റിൽ ഉണ്ടാവും. അതനുസരിച്ചാണ് ഈ ഒരു പേയ്മെൻറ്റ് പോകുന്നത്. ഇനി പറയാനുള്ളതിൻ്റെ റേറ്റാണ്. അതായത് ഇത്ര എമൗണ്ടിന് ഇത്ര റേറ്റ്, അങ്ങനെ ഒരു ടേബിളുണ്ട്. അത് അതിനകത്ത് ഇപ്പോൾ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ്. ഇത് വാല്യൂ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു ടേബിൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണുക. ഇത്രയുള്ള ഈ പേയ്മെൻറ്റ് എന്ന ടേമിൻ്റെ അണ്ടർ പറയാനായിട്ട് ഇത് നമ്മൾ ഈ തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസിന് കൊടുക്കുന്നൊരു സർവീസാണ്. അതായത് ബില്ലറിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് എഗ്രിമെൻറ്റിലെത്തിയ ബില്ലറിന് വേണ്ടിയിട്ട് അവർക്ക് വരേണ്ടതായിട്ടുള്ള തുകകൾ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർക്കത് ഡിജിറ്റലി അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു സർവീസ് അവൈൽ ചെയ്യാനായിട്ട് തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസിന് നമ്മളായിട്ടൊരു ടൈ-അപ്പിൽ വരേണ്ട ആവശ്യമുണ്ട്, ഒരു എഗ്രിമെൻറ്റിൽ വരേണ്ട ആവശ്യമുണ്ട്. ആ എഗ്രിമെൻറ്റിലെത്തിയ ആ ഒരു കസ്റ്റമറിനെ വിളിക്കുന്നത് ബില്ലറിനാണ്. ആ ബില്ലറിന് ഒരു ഐ ഡിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ ബില്ലർ ഐ ഡിയിലേക്ക് ഇലക്ട്രോണിക്കലി അവർക്ക് ചെല്ലേണ്ട നെറ്റ് എമൗണ്ട് നമ്മൾ അയച്ചു കൊടുക്കും.
അപ്പോൾ ഇങ്ങനൊരു സർവീസ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ ചെറിയൊരു കമ്മീഷൻ അല്ലെങ്കിൽ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട്. അത് കുറച്ച ശേഷമാണ് അത് ബില്ലറിന് അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.